ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നമ്മോട് കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം എന്നതിനെ പറ്റിയാണ്. നമ്മോട് കൂടെ വസിക്കാൻ കൊതിക്കുന്നവനായ ഒരു ദൈവം. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനം പറയുന്നു, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ദൈവം മനുഷ്യനായി നമ്മുടെ കൂടെ നടന്ന സമയം, ദൈവം മനുഷ്യനായി നമ്മുടെ കൂടെ വസിച്ചപ്പോൾ ആ ദൈവം തനിക്ക് തന്നെ ഇട്ട പേരാണ് ഇമ്മാനുവേൽ, അഥവാ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥം. അതായത് ദൈവത്തിന് വേണമെങ്കിൽ സ്വർഗത്തിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായും ശക്തമായും ഇടപെടാൻ സാധിക്കും. ഒരു വചനത്തിലൂടെ സകലതിനെയും ഉളവാക്കിയവന് അത് അസാധ്യമാണോ? വാക്കുകൊണ്ട് സകലതിനെയും ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയവന് നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിരുന്നു കൊണ്ട് ഇടപെടുന്ന കാര്യം അസാധ്യമാണോ? ഒരിക്കലുമല്ല പ്രിയപ്പെട്ടവരെ. എങ്കിലും നമ്മുടെ ജീവിതത്തെ ഒരു റിമോട്ട് കൺട്രോൾ വെച്ച് നിയന്ത്രിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, പകരം നമ്മോട് കൂടെ വസിക്കാനാണ് ദൈവം ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവനെ പറുദീസയിൽ ആക്കി. പറുദീസയിലാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവവും മനുഷ്യനും ഒരുമിച്ച് വസിക്കുന്ന ഒരു അവസ്ഥയിലാക്കി. ദൈവവും മനുഷ്യനും സഹവസിക്കുന്ന അവസ്ഥ, ദൈവം മനുഷ്യനോട് കൂടെ നടക്കുന്ന അവസ്ഥ, മനുഷ്യൻ ദൈവത്തോട് കൂടെ നടക്കുന്ന അവസ്ഥ. ഇതിനെയാണ് പറുദീസ എന്ന് വിളിക്കുന്നത്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാം സൃഷ്ടിച്ച് മനുഷ്യന് കൊടുത്തതിന് ശേഷം മരങ്ങളെയും മൃഗങ്ങളെയും കിളികളെയും ആകാശത്തെയും ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചതിന് ശേഷം ദൈവം മാറിക്കളയുകയല്ല ചെയ്യുന്നത്, പകരം ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം നൽകി. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വസിക്കുന്ന ഒരു മനോഹരമായ അവസ്ഥ ദൈവം മനുഷ്യന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വായിക്കുന്നുണ്ട്, വെയിലാറിയ സമയത്ത് ഏദെൻ തോട്ടത്തിൽ ആദത്തോടും ഹവ്വയോടും ഒപ്പം ഉലാത്തിയിരുന്ന സ്വർഗത്തിലെ പിതാവിനെ. എന്താണ് പ്രിയപ്പെട്ടവർ ഇതിൻ്റെ അർത്ഥം? ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. വെയിലാറുന്ന സമയമെന്ന് പറയുന്നത് എല്ലാ അധ്വാനവും കഴിഞ്ഞതിന് ശേഷം, തോട്ടത്തിലെ പണിയെല്ലാം എടുത്തതിന് ശേഷം, അടുക്കളയിലെ ജോലിയെല്ലാം ചെയ്തതിന് ശേഷം ഭാര്യയും ഭർത്താവും കുളിച്ചൊരുങ്ങി വൃത്തിയായി പായ വിരിച്ച് കുടുംബ പ്രാർത്ഥനയ്ക്കായിട്ട് ഇരിക്കുന്ന സമയം. ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ ആദ്യകാലങ്ങളിൽ. അവർ രണ്ടുപേരേ ഉള്ളൂ മനുഷ്യവർഗത്തിൽ. അവർ രണ്ടുപേരും കൂടി വെയിലാറിയ സമയത്ത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം സ്വർഗത്തിലെ പിതാവിനെ ആരാധിക്കാൻ കൈകോർത്ത് പിടിക്കുന്ന സമയത്ത് തൻ്റെ വ്യക്തവും ശക്തവുമായ സാന്നിധ്യം നൽകിക്കൊണ്ട്, തൻ്റെ ഷെഖീനായി ഗ്ലോറി നൽകിക്കൊണ്ട്, തൻ്റെ മഹത്വം നൽകിക്കൊണ്ട്, തൻ്റെ സാന്നിധ്യം വളരെ കട്ടികൂടിയ അളവിൽ നൽകിക്കൊണ്ട് ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനെയാണ് വെയിലാറിയ സമയത്ത് ഏദൻ തോട്ടത്തിൽ ദൈവം നടക്കുന്ന ശബ്ദം കേട്ടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ദൈവം എപ്പോഴും അവിടെ തന്നെ ഉണ്ട്, എങ്കിലും തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന വിധങ്ങളിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോകുമ്പോഴുള്ള ദൈവ സാന്നിധ്യം, അവിടെ ദൈവമുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യവും ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം തമ്മിലൊരു വ്യത്യാസമുണ്ട്. ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് ആരാധിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ടാൻജിബിളാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യക്തമായും ശക്തമായും അനുഭവിക്കാൻ പറ്റുന്ന തരത്തിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. പിന്നീട് കാലം മുന്നോട്ട് പോകുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാമിൻ്റെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ കാണുന്നു. മക്കളില്ലാതെ വിഷമിച്ച അബ്രഹാമിന് ഒരു വചനത്താൽ മക്കൾ നൽകി അനുഗ്രഹിക്കാൻ കഴിവുള്ളവനായ ദൈവം അത് ചെയ്യാതെ അബ്രഹാമിനെ സന്ദർശിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, മക്കളില്ലാതെ വിഷമിക്കുന്ന അബ്രഹാമിനെയും സാറയെയും സന്ദർശിക്കാൻ ത്രിയേക ദൈവം ഇറങ്ങി വരുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ സത്യദൈവം മനുഷ്യരൂപത്തിൽ 3 വ്യക്തികളായി അബ്രഹാമിൻ്റെ ഭവനത്തിലേക്ക് നടന്നു വരുന്നു. അതിഥികളെ പോലെ നടന്നു വരുന്നു. അത് മനസ്സിലാക്കിയിട്ടാണ് അല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ബൈബിൾ വായിക്കുമ്പോൾ ഒരു കാര്യം കാണാം, അബ്രഹാം ഇവരെ കണ്ട് ഓടിച്ചെന്ന് നിലം പറ്റെ താണു വണങ്ങി. എനിക്ക് തോന്നുന്നത് ത്രിയേക ദൈവത്തെ അബ്രഹാമിന് വ്യക്തമായിട്ടുണ്ടെന്നാണ്. അതുകൊണ്ടാണ് താണു വണങ്ങി 3 പേരെയും ആരാധിച്ചതിന് ശേഷം അബ്രഹാം പറയുകയാണ്, യജമാനന്മാരെ,
എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോകണമേ. അബ്രഹാം അവരെ തൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു, നല്ല ഭക്ഷണം ഒരുക്കി കൊടുത്തു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അതിലൊരു വ്യക്തി ചോദിച്ചു, നിന്റെ ഭാര്യ സാറ എവിടെ? സാറ മറഞ്ഞു നിൽക്കുകയാണ്, പുരുഷന്മാരുടെ മുമ്പിൽ വരാതെ സാറ മറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ നിന്റെ ഭാര്യ സാറ എവിടെ? അപ്പുറത്തുണ്ട് എന്നൊരു ശബ്ദം കേട്ടു. ഉടൻ ഒരു മറുപടി വന്നു. ആ 3 പേരിൽ ഒരാൾ സംസാരിക്കുകയാണ്, അടുത്ത വർഷം ഞങ്ങൾ വീണ്ടും വരുമ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു കുഞ്ഞുണ്ടായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രഹാമിന്റെ വേദനയിൽ ഇറങ്ങി വന്ന് അബ്രഹാമിന്റെ ഭവനത്തെ സന്ദർശിച്ച് അബ്രഹാമിന്റെ ഭാര്യയുടെ പേര് വിളിച്ച് അവർക്ക് വചനം കൊടുത്ത് വാഗ്ദാനം കൊടുത്ത് അടുത്ത വർഷം നിന്റെ ഭാര്യ സാറായിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ നിനക്ക് സാധിക്കുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് അനുഗ്രഹിച്ച് മടങ്ങിപ്പോകുന്ന ദൈവത്തെ നമുക്ക് ദൈവവചനത്തിൻ്റെ താളുകളിൽ കാണാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മോട് കൂടെ വസിക്കുന്ന ദൈവം. നിങ്ങളോട് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ മറ്റൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. ഹെനോക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്നു. ദൈവം ഹെനോക്കിന്റെ കൂടെ നടന്നു, ഹെനോക്ക് ദൈവത്തിന്റെ കൂടെയും നടന്നു. 2 പേരും ഒരുമിച്ച് നടന്നു. ഹെനോക്കിന് എന്നും അനുഭവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമായി ദൈവം കൂടെ നടക്കുന്ന അനുഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. പിന്നീട് കാലം മുന്നോട്ട് പോകുമ്പോൾ അബ്രഹാമിന്റെ സന്തതികൾ ഈജിപ്തിൽ 430 വർഷക്കാലം അടിമകളായി മാറ്റപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവരവസാനം നിലവിളിക്കുമ്പോൾ അവരെ വേണമെങ്കിൽ വെറും വചനം അയച്ച് ദൈവത്തിന് വിടിവിക്കാമായിരുന്നു. ദൈവം ശക്തനാണ്. പക്ഷെ ദൈവം ചെയ്തെന്താ നമുക്കറിയാമോ? ഉൽപ്പത്തി പുസ്തകത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവം പുറപ്പാട് പുസ്തകത്തിലും തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്നുകൊണ്ട് മോശയോട് പറയാണ്, മോശേ മോശേ, എൻ്റെ ജനം അനുഭവിക്കുന്ന വേദന ഞാൻ വ്യക്തമായിട്ട് കണ്ടു. അവരുടെ ദയനീയമായ നിലവിളി എൻ്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു. അവരെ മോചിപ്പിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ! ഇറങ്ങി വരുന്ന ദൈവം സ്വർഗത്തിരുന്നു കൊണ്ട് കൽപ്പന പുറപ്പെടുവിക്കുന്ന ദൈവമല്ല, സ്വർഗത്തിരുന്നു കൊണ്ട് വചനമയച്ച് വെറുതെ പിടിപ്പിച്ച് കാണിക്കുന്ന ദൈവമല്ല. ഇറങ്ങി വരുന്ന ദൈവം, വേദനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്ന ദൈവം, പങ്കാളിയാകാൻ വരുന്ന ദൈവം, കരയുന്ന ദൈവം, സന്തോഷിക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ദൈവം. മോശേ, സ്വർഗത്തിരുന്നിട്ട് എനിക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല മോശേ, എൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ കണ്ടുകൊണ്ട് അവരെ മോചിപ്പിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് അങ്ങോട്ട് ഇസ്രായേൽ ജനം മുന്നോട്ട് പോകുമ്പോൾ പകൽ മേഘസ്തംഭമായി ദൈവം കൂടെ നടക്കുന്നു, രാത്രിയിൽ അഗ്നി തൂണായി ദൈവം കൂടെ നടക്കുന്നു. ഞാൻ പലപ്പോഴും ഈ വചനഭാഗം വായിച്ച് അത്ഭുതപ്പെട്ട് ധ്യാനിച്ചു പോയിട്ടുണ്ട്. കാരണം രാത്രിയിൽ തീ കൊണ്ടുള്ള ഒരു അഗ്നിയുടെ തൂണ്, മുന്നോട്ട് നടന്നു പോകുന്ന ഒരു തൂണ് കണ്ടിട്ട് അതിൽ ആർക്കാണ് പാപം ചെയ്യാൻ സാധിക്കുക? ജനം ഭയന്ന് വിറച്ചു കാണും. പരിശുദ്ധനായ ദൈവം തങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അവസ്ഥ, പരിശുദ്ധനായ ദൈവം ഇറങ്ങി വന്ന് വസിക്കുന്ന അവസ്ഥ, പരിശുദ്ധനായ ദൈവം തൊട്ടടുത്തായി നടക്കുന്ന അവസ്ഥ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനത്തിൽ പരിശുദ്ധനായ ദൈവം അരുളി ചെയ്യാണ്, എനിക്ക് അവരോടൊപ്പം വസിക്കുന്നതിന് വേണ്ടി ഒരു വിശുദ്ധമായ കൂടാരം സജ്ജമാക്കണം. ദൈവത്തിന്റെ മനസ്സ് കണ്ടു. വിടിവിക്കപ്പെട്ട ജനം മുന്നോട്ട് പോകുമ്പോൾ ദൈവം പറയാണ്, എനിക്കെൻ്റെ ജനത്തിൻ്റെ കൂടെ വസിക്കണം, എനിക്കെൻ്റെ ജനത്തിൻ്റെ കൂടെ താമസിക്കണം. അതിനുവേണ്ടി മോശയോട് പറയുകയാണ്, ഒരു വിശുദ്ധ കൂടാരം ഒരുക്കാൻ പറയണം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു ഒരുക്കപ്പെടൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തൊരു കഴുകപ്പെടൽ ഉണ്ടാകണം, നമ്മുടെ ഭാഗത്തൊരു ഒരുക്കപ്പെടൽ ഉണ്ടാകണം. ദൈവം പറയാണ്, എനിക്ക് വസിക്കാൻ ഒരു കൂടാരം വേണം, ഒരു ഭവനം വേണം. അതിന് വിശുദ്ധ കൂടാരമായിരിക്കണം, അത് സജ്ജമാക്കണം. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാം മാറുകയാണ്. ഇന്ന് കൂടാരമല്ല, ഞാനും നിങ്ങളുമാണ് ദൈവം ആഗ്രഹിക്കുന്ന ഭവനം. ഞാനും നിങ്ങളുമാണ് ആ കൂടാരം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും എന്ന് പറയുന്ന കൂടാരത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, വന്ന് നിറയുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, കൂടാരമടിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം, ടബർനാക്കിളാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന ദൈവം. അതേ പ്രിയപ്പെട്ടവരെ, നമ്മോട് കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം. ഇതാ സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദാവീദ് എന്ന് പറയുന്ന ആട്ടിടയനായ ഒരു ചെറുപ്പക്കാരനെ സാമുവേൽ പ്രവാചകനിലൂടെ ദൈവം തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുക. അഭിഷേക തൈലം ദാവീദിന്റെ തലയിൽ വീണ ഉടനെ ദൈവത്തിന്റെ വചനം അത്ഭുതകരമായ ഒരു കാര്യം എഴുതി വച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദാവീദിന്റെ മേൽ ആവസിച്ചു, ശക്തമായി ആവസിച്ചു. പവർഫുള്ളി, വളരെ ശക്തിയോടുകൂടി ദൈവം ഈ ചെറുപ്പക്കാരന്റെ മേൽ ഇറങ്ങി വരികയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ദാവീദ് സാധാരണക്കാരനല്ല. ദാവീദ് ഇടയന്റെ ജോലിക്കാണ് പോയതെങ്കിലും ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം
കൂടെ നടക്കുന്ന അനുഭവം നമ്മൾ കാണുകയാണ്. ഇന്നലെ വരെ സിംഹം രാത്രിയാകുമ്പോൾ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ആടുകളിൽ 2 എണ്ണത്തെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ദൂരെ മാറി നിന്ന് ഈ കാഴ്ച കാണാൻ മാത്രമേ ദാവീദിനെ കൊണ്ട് സാധിച്ചിരുന്നുള്ളൂ. കരടി വരുമ്പോൾ തൻ്റെ ഇരയെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് മാറി നിന്ന് ഭയപ്പെടാനേ ദാവീദിന് കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ദൈവം തന്നിൽ ഇറങ്ങി വന്നതിന് ശേഷം, ദൈവത്തിൻ്റെ ആത്മാവ് കൂടെ വസിക്കാൻ ഇറങ്ങി വന്നതിന് ശേഷം കഥ മാറുകയാണ്. രാത്രികാലങ്ങളിൽ ദൈവത്തെ ആരാധിച്ച്, അഭിഷേകത്താൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്ന ദാവീദ് ഒരു കാഴ്ച കണ്ടു. അതാ ഒരു സിംഹം തൻ്റെ ആടുകളിൽ ഒന്നിനെ പിടിക്കാൻ വരുന്നു. ദാവീദിന്റെ മേലുണ്ടായിരുന്ന അഭിഷേകം ജ്വലിച്ചു. ദാവീദിൽ നിറഞ്ഞു നിന്നിരുന്ന, കൂടെ വസിച്ചിരുന്ന ദൈവത്തിന്റെ ശക്തി ദാവീദിൽ വെളിപ്പെട്ടു. ഇന്നലെ വരെ തോറ്റുകൊടുത്തിരുന്ന ദാവീദ് ഇന്ന് തോക്കാൻ തയ്യാറാകാതെ സിംഹത്തിന്റെ നേരെ ദാവീദ് പാഞ്ഞു ചെല്ലുകയാണ്. സിംഹം ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇതെന്ത്? ഒരു മനുഷ്യൻ എൻ്റെ നേരെ ചീറിക്കൊണ്ടുവരുന്നു. ഇന്നലെ വരെ മനുഷ്യർ എന്നെ കണ്ട് ഭയന്നോടിയിരുന്നപ്പോൾ ഇന്ന് ഈ ചരിത്രത്തിൽ ആദ്യമായി സിംഹം ഞെട്ടിവിറച്ചു. കാരണം ഒരു ചെറുപ്പക്കാരൻ തൻ്റെ നേരെ പാഞ്ഞു വരികയാണ്. സിംഹത്തിന് ദേഷ്യം കയറി. സിംഹം ആ ചെറുപ്പക്കാരനെ കടിച്ചു കീറാൻ തയ്യാറായി. ആട്ടിൻകുട്ടിയെ വിട്ടിട്ട് ഈ മനുഷ്യന്റെ നേരെ സിംഹം പാഞ്ഞു വരികയാണ്. ഇന്ന് ഞാൻ മനുഷ്യന്റെ മാംസം തിന്നാൻ പോവുകയാണ്, ഇന്ന് എനിക്ക് ആടിനെ വേണ്ട. പാഞ്ഞു വരുന്ന ചെറുപ്പക്കാരുടെ നേരെ വായും തുറന്ന് അലറിക്കൊണ്ട് ചെന്ന സിംഹം അതാ ഒരു അത്ഭുതം കാണുകയാണ്. ഒരു പൂച്ചക്കുഞ്ഞിന്റെ വായിൽ പിടിക്കുന്നത് പോലെ അഭിഷേകം നിറഞ്ഞ ദാവീദ് സിംഹത്തിന്റെ 2 തുറന്നിരുന്ന താടിയെല്ലുകളിൽ പിടിച്ച്, വായിൽ പിടിച്ച് ഒരൊറ്റ വലി, ഒരു പൂച്ചക്കുഞ്ഞിനെ വലിച്ചു കീറുന്നത് പോലെ സിംഹം 2 കഷണമായി പിളർന്നു വീണു. പിന്നീട് കരടി വന്നു. കരടിയെയും ദാവീദ് വലിച്ചു കീറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിംഹത്തെയും കരടിയെയും വലിച്ചു കീറിയ ദാവീദ് ഗോലിയാത്തിനെയും വലിച്ചു കീറുന്നു. ശത്രുക്കളെ ഓരോന്നായി തകർത്തുകൊണ്ട് ദാവീദ് വിജയാളിയാകുന്നു. ഇതെന്തിൻ്റെ നിഴലാണ്? പുതിയ നിയമത്തിൽ സകല പിശാചുക്കളുടെ മേലും, സകല അന്ധകാര ശക്തികളുടെ മേലും, ജഡമോഹങ്ങളുടെ മേലും, ലോകത്തിന്റെ ആകർഷണത്തിന്റെ മേലും വിജയം നൽകാൻ ഇന്നലെ വരെ നമ്മളെ കൊണ്ട് സാധിക്കാതിരുന്നെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വന്ന് കഴിയുമ്പോൾ, ദൈവം നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിജയാളികളായി മാറുമെന്ന് കാണിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ദാവീദിൽ വസിച്ചുകൊണ്ട് വിജയത്തിന്റെ ഓരോ അനുഭവങ്ങൾ അവന് നൽകുന്നു. നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. 1 കൊരിന്ത്യർ 10:3 പറയുന്നു, ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്കൊരു പാഠമാകാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം നമ്മുടെ കൂടെ വന്ന് വസിച്ചു കഴിയുമ്പോൾ നമ്മൾ വിജയാളികളായി മാറുകയാണ്. ഇതാ പുതിയ നിയമത്തിൽ ദൈവം മനുഷ്യനായി വരുന്നു. യേശു ക്രിസ്തു. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വചനം, ലൂക്കാസ് സുവിശേഷം 22-ാം അധ്യായം 15-ാം തിരുവചനം. ഈ പെസഹ ആചരിക്കുന്നതിന് മുൻപ് നിങ്ങളോടുകൂടെ ഈ ഭക്ഷണം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പീഡാസഹനത്തിലേക്ക് ഞാൻ പോകുന്നതിന് മുൻപ് നിങ്ങളോടൊപ്പം ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം തൊട്ട് മുൻപിൽ നിൽക്കുകയാണ്. താൻ വലിയ വേദന അനുഭവിച്ച് മരിക്കാൻ പോകുന്നു, പീഡ സഹിക്കാൻ പോകുന്നു, ആണികളാൽ തകർക്കപ്പെടാൻ പോകുന്നു, ചാട്ടവാർ കൊണ്ട് അടിക്കപ്പെടാൻ പോകുന്നു, താടി രോമങ്ങൾ വലിച്ചു പറിക്കപ്പെടാൻ പോകുന്നു. എല്ലാം യേശുവിനറിയാം. മരണത്തിന്റെ തീവ്രവേദന അവിടെ നിന്ന് അനുഭവിക്കുന്നുണ്ട്. എല്ലാം അറിയുന്നവൻ അവിടെ നിന്ന് അറിയാം. എങ്കിലും അവിടെ നിന്ന് പറയുകയാണ്, പീഡാസഹനത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളോടുകൂടെ ഈ ഭക്ഷണം കഴിക്കാൻ ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭക്ഷണം കഴിക്കുന്നത് കുടുംബത്തിൽ സ്നേഹമുള്ളവർക്കറിയാം. ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ അമ്മയും മക്കളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, അപ്പൻ ഗൾഫിലായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, ഒരു കുടുംബം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും ആനന്ദത്തിൻ്റെ നിമിഷങ്ങളാണ്, ഏറ്റവും സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്, ഒരു പങ്കുവയ്ക്കലിൻ്റെയും കൂട്ടായ്മയുടെയും അനുഭവമാണ്. സത്യം പറഞ്ഞാൽ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ മനോഹരിത വെളിപ്പെടുന്ന ഒരു സമയമാണ് കുടുംബം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയം. യേശു പറയുകയാണ്, മരിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഒരുമിച്ച് ഈ ഭക്ഷണം കഴിക്കാൻ ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. കൂടെ നടക്കുന്ന ദൈവം, കൂടെ വസിക്കുന്ന ദൈവം, കൂടെയായിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിലിരിക്കുന്ന ദൈവത്തെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും പള്ളിക്ക് പുറത്ത് പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം പള്ളിയുടെ അകത്തുള്ളതിനേക്കാൾ പ്രലോഭനങ്ങൾ കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് പള്ളിയുടെ പുറത്താണ്. അതുകൊണ്ടാണ് പള്ളിയുടെ പുറത്തും നമ്മോടുകൂടെ ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്.
ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷീൻ ഇപ്രകാരം വിളിച്ചു പറയുന്നു: സക്രാരിക്കുള്ളിൽ പൂട്ടപ്പെട്ടിരിക്കാനല്ല ദൈവം മനുഷ്യനായി മാറിയത്, ഓരോ മനുഷ്യഹൃദയത്തിലും രാജാവായി വസിച്ചുകൊണ്ട് 24 മണിക്കൂറും അവൻ നേരിടുന്ന പ്രലോഭനങ്ങളുടെ മേൽ വിജയം കൊടുത്തുകൊണ്ട് അവനെ വിജയാളിയാക്കി മാറ്റാനാണ് യേശു ക്രിസ്തു സ്വർഗം വിട്ടിറങ്ങി വന്നത്. ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മോട് കൂടെ വസിച്ചുകൊണ്ട് നമുക്ക് വിജയം നൽകാൻ ദൈവം എന്നും തയ്യാറാണ് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇതാ തൻ്റെ ഉയർപ്പിന് ശേഷം എമ്മാവൂസിലേക്ക് പോകുന്ന വേദനിക്കുന്ന 2 പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഈശോ ദൂരെ നിന്നേ തിരിച്ചറിയുകയാണ്. അതാരാണെന്നറിയാമോ? അതാണ് ക്ലയോപ്പാസും കൂട്ടുകാരനും. അവർ നിരാശരാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റോ ഇല്ലയോ എന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അവരതൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷേ കുരിശിൽ യേശു മരിച്ചു, എല്ലാം അവസാനിച്ചു. അതുകൊണ്ട് നിരാശപ്പെട്ട് നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മുഖമെല്ലാം കറുത്ത് കരിവാളിച്ച് പ്രസന്ന നഷ്ടപ്പെട്ട് ചൈതന്യം നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ട് ഇനി ഒരു കാര്യവുമില്ല ജീവിച്ചിട്ടെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് എമ്മാവൂസിലേക്ക് മല ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്ന അവരുടെ കൂടെ ഒരു ചെറുപ്പക്കാരൻ ബാഗും തൂക്കി നടക്കുകയാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു യുവ കവി നടക്കുന്നത് പോലെ ഒരു കൊച്ചു താടിയുമൊക്കെ വെച്ച് ഒരു ചെറുപ്പക്കാരൻ നടക്കുകയാണ്. നടക്കുന്ന കൂട്ടത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതലുള്ള ദൈവവചന ഭാഗങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ തുടങ്ങി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമ്പോൾ സർപ്പം അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കുമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണമല്ലേ കാണിക്കുന്നത്? യുവാവ് വ്യാഖ്യാനിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിലെ കുഞ്ഞാടാരാണ്? യുവാവ് വ്യാഖ്യാനിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിലെ മന്ന ആരാണ്? യുവാവ് വ്യാഖ്യാനിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിലെ പിളർന്ന പാറ ആരാണ്? യുവാവ് വ്യാഖ്യാനിക്കുകയാണ്. ഇതെല്ലാം യേശുവാണ്. പാറ പിളരണമെന്നതിൻ്റെ അർത്ഥം യേശു സഹിക്കണമെന്നല്ലേ? വ്യാഖ്യാനം മുന്നോട്ട് പോവുകയാണ്. യേശയ്യായുടെ പുസ്തകം 53-ാം അധ്യായത്തിലെ സഹനദാസൻ ആരാണ്? അവൻ സഹിക്കണ്ടേ? യുവാവ് വ്യാഖ്യാനിക്കുകയാണ് യേശുവിൻ്റെ സഹനം. യുവാവ് ഓരോന്നും വ്യാഖ്യാനിക്കുമ്പോൾ ക്ലയോപ്പാസിൻ്റെയും കൂട്ടുകാരൻ്റെയും ഹൃദയം ജ്വലിക്കുകയാണ്. തണുത്ത് മരവിച്ചു പോയിരുന്നവരുടെ ഹൃദയങ്ങളിൽ വിശ്വാസത്തിൻ്റെ തീ കത്താൻ തുടങ്ങി. തകർന്നു പോയവരുടെ ഹൃദയങ്ങൾ പുനരുദ്ധരിക്കപ്പെടാൻ തുടങ്ങി. നിരാശപ്പെട്ടു പോയവരുടെ ഹൃദയങ്ങളിൽ പ്രത്യാശ വരാൻ തുടങ്ങി. ഒരു അഗ്നി കത്തുന്ന അനുഭവം. നല്ല തണുപ്പത്ത് വിറച്ചിരിക്കുമ്പോൾ തീയിടടുത്ത് പോയി നിൽക്കുന്നത് പോലത്തെ ഒരു ആശ്വാസം, ഒരു അഭിഷേകത്തിൻ്റെ അനുഭവം അവർക്കുണ്ടാകാൻ തുടങ്ങി. കാരണം മറ്റൊന്നുമല്ല, കൂടെ നടക്കുന്നവൻ ഇമ്മാനുവേലാണ്. അത് ഇമ്മാനുവേലാണ്, ജീസസ് ക്രൈസ്റ്റ്. യേശുവാണ് കൂടെ നടക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു കൂടെ നടക്കുമ്പോൾ നിരാശ മാറി പ്രത്യാശ വരുന്നു. യേശു കൂടെ നടക്കുമ്പോൾ സങ്കടം മാറി സന്തോഷം വരുന്നു. യേശു കൂടെ നടക്കുമ്പോൾ വചനം വെളിപ്പെട്ട് കിട്ടുന്നു. യാത്ര അവസാനിക്കാറായി. അവർക്ക് വലിയ സന്തോഷമായി. അവർ പറഞ്ഞു, ഇത്രയും നേരം കൂടെ നടന്ന ചെറുപ്പക്കാരാ, ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ട് പിരിയാം. ഭക്ഷണം കഴിക്കാൻ ബാഗ് തുറന്നു. അപ്പം കയ്യിലെടുത്തു. ചെറുപ്പക്കാരൻ അപ്പം കയ്യിലെടുത്തു, മുറിച്ച നിമിഷം അവരൊരു കാഴ്ച കണ്ടു. ഇത്രയും നേരം കൂടെ നടന്ന ചെറുപ്പക്കാരൻ്റെ 2 കൈകളിലും ആണി കൊണ്ട് തുളയ്ക്കപ്പെട്ട പാടുകൾ അവർ കണ്ടു, അടയാളം കണ്ടു. അത് കണ്ടപാടെ യുവാവ് അപ്രത്യക്ഷനായി. അപ്പം മാത്രം ബാക്കിയായി. അപ്പത്തിൽ പ്രത്യക്ഷപ്പെടാൻ, വിശുദ്ധ കുർബാനിൽ തൻ്റെ ശരീരം സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ച യേശു അടയാളം നൽകിക്കൊണ്ട് അപ്രത്യക്ഷനായി. അപ്പം മാത്രം ബാക്കിയായി. ഇന്ന് നമ്മുടെ മുമ്പിൽ കാണാവുന്ന രൂപത്തിൽ യേശുവിനെ കാണണമെങ്കിൽ അത് വിശുദ്ധ കുർബാന തന്നെ. കണ്ണു തുറന്ന് കാണണമെങ്കിൽ അപ്പമായി നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ മറ്റൊരു മാർഗവുമില്ല. ആത്മാവിൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ആത്മാവിൽ രുചിച്ചറിയാൻ സാധിക്കും പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെ. ഇന്ന് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് അവനെ കാണണമെങ്കിൽ വിശുദ്ധ ജെറാൾഡ് മജല്ല ഇപ്രകാരം പറയുന്നു: ഇന്ന് നിങ്ങൾക്ക് യേശുവിനെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഗലീലിയക്കാർ കണ്ടതുപോലെ കാണണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ. അത് വിശുദ്ധ കുർബാനയിലേക്ക് നോക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ കർത്താവിനെ അവിടെ കാണുന്നില്ല, അപ്പം മാത്രം ബാക്കി. അവർക്ക് വലിയ സന്തോഷമായി. അവരെന്ത് ചെയ്യുമെന്നറിയാമോ? അവരുടെ യാത്ര ഒരു യൂട്ടേൺ എടുക്കുകയാണ്. അവർ താഴ്വരയിൽ നിന്നും മുകളിലേക്ക് ഓടി. മുകളിൽ നിന്നും താഴേക്ക് എമ്മാവൂസിലേക്ക് നിരാശപ്പെട്ട് ഇറങ്ങി വന്നിരുന്നവർ മല കയറാൻ തുടങ്ങി. ജെറുസലേമിലേക്ക് യാത്ര ആരംഭിച്ചു. ഇതാണ് ദൈവം കൂടെ നടക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. നമ്മുടെ നിരാശയുടെ യാത്ര അവസാനിക്കുന്നു, പാപത്തിലേക്കുള്ള പതനം അവസാനിക്കുന്നു. പകരം ജെറുസലേമിലേക്കുള്ള ഉയരത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു.
ആ ശിഷ്യന്മാർ കൂട്ടായ്മയിൽ മടങ്ങിയെത്തുന്നു, അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയിൽ മടങ്ങിയെത്തുന്നു. അവർ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം കൂടെ നടക്കുന്ന അനുഭവം തിരിച്ചറിയാത്ത മനുഷ്യന് ഒരിക്കലും ക്രിസ്തീയ ജീവിതത്തിൽ വിജയിക്കാൻ സാധ്യമല്ല. ആരാധനാലയങ്ങളിൽ മാത്രമേ നിങ്ങൾ ദൈവത്തെ കണ്ടെത്തുന്നുള്ളൂ എങ്കിൽ നിങ്ങളുടെ ജീവിതം, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു പരാജയമായിരിക്കും. ലോകത്തിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന സാത്താനിക പ്രലോഭനങ്ങളെ, ജഡത്തിന്റെ വലിവുകളെ, ലോകത്തിന്റെ അട്രാക്ഷൻസിനെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. അതിനെ വിജയിപ്പിക്കാൻ, നമുക്ക് വിജയം തരാനാണ് ദൈവം കൂടെ നടക്കുന്നത്. പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി നടന്ന ദൈവം ഇന്ന് നമ്മുടെ കൂടെ നടക്കുകയാണ്. ഈശോയുടെ പ്രീസ്റ്റ്ലി പ്രയർ എന്നറിയപ്പെടുന്ന, ഈശോയുടെ പ്രാർത്ഥന എന്നറിയപ്പെടുന്ന പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയല്ല. അത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഈശോ പഠിപ്പിച്ചതാണ്. ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന അറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ യേശു ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവേ, ലോക സ്ഥാപനത്തിന് മുൻപ് തന്നെ അങ്ങേക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹത്താൽ അങ്ങെനിക്ക് മഹത്വം നൽകി. അങ്ങെനിക്ക് നൽകിയവരും ആ മഹത്വം കാണുന്നതിന് ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് അവരുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്? പിതാവേ, സ്വർഗത്തിൽ എനിക്കൊരു വലിയ മഹത്വം ഉണ്ടായിരുന്നു. ആ മഹത്വം വെടിഞ്ഞിട്ടാണ് ഞാൻ ദാസനായി ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ തിരിച്ച് സ്വർഗത്തിലേക്ക്, ആ മഹത്വത്തിലേക്കാണ് പിതാവെ വരാൻ പോകുന്നത്. ഞാൻ എന്നും പിതാവെ മഹത്വത്തോടു കൂടി സ്വർഗത്തിൽ എൻ്റെ പ്രകാശത്തിൻ്റെ പ്രാഭവത്തിൽ ഞാൻ വസിക്കുന്നത് അങ്ങ് എനിക്ക് തന്ന എൻ്റെ മക്കളും കാണണം. അതായത് പ്രസംഗിക്കുന്ന ഞാനും വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും യേശുവിൻ്റെ മഹത്വം അനുഭവിച്ച് യേശുവിൻ്റെ മഹത്വത്തിൻ്റെ കൂട്ടായ്മയിൽ നിത്യം സ്വർഗത്ത് വസിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നുവെന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ ആഗ്രഹം കണ്ടോ? എന്നും നമ്മോട് കൂടെ ആയിരിക്കണം. നമ്മളെ ഭൂമിയിൽ വിട്ടിട്ട് പോകാനല്ല, നമ്മളെ മറ്റൊരു സ്ഥലത്ത് വിട്ടിട്ട് പോകാനല്ല, നമ്മളെ തന്നോടുകൂടി എന്നും ആയിരിക്കുവാൻ, ആക്കി വയ്ക്കുവാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതാവെ, അവരെൻ്റെ മഹത്വം കാണണം. പിതാവെ, അവരെൻ്റെ തേജസ് കാണണം. ആ തേജസ്സിൽ അവരെന്നും ആയിരിക്കണം. ഞാൻ അവരോടുകൂടി ആയിരിക്കണം. ഇതാണ് നമ്മുടെ യേശു. ഇങ്ങനൊരു ദൈവം എവിടെയുണ്ട് പ്രിയപ്പെട്ടവരെ? ഇതാണ് ദൈവം, ഇതാണ് ദൈവം, ഇതാണ് നമ്മുടെ കർത്താവ്, നമ്മെ ചേർത്ത് പിടിക്കുന്ന കർത്താവ്. ബൈബിളിലെ അവസാനത്തെ പുസ്തകം വെളിപാട് പുസ്തകം 21, വെളിപാട് പുസ്തകം 21:3 വരുമ്പോൾ കാണുന്നു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അവിടെ നിന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടെ നിന്ന് അവരോടുകൂടി ആയിരിക്കുകയും ചെയ്യും. അവിടെ നിന്ന് അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റും. ഇനി മരണമുണ്ടായിരിക്കില്ല, വേദനയോ മുറവിളിയോ ദുഃഖമോ ഉണ്ടായിരിക്കില്ല. പഴയതെല്ലാം കടന്നുപോയി. സ്വർഗത്തിലെ അവസ്ഥയെപ്പറ്റിയാണ് ഇത് പറയുന്നതെങ്കിലും ഇതിന് മറ്റൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. അതിതാണ്, പഴയ മനുഷ്യൻ പലപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കുന്നുണ്ട്. പഴയ ഓർമ്മകൾ പലപ്പോഴും നമ്മളെ കരയിക്കുന്നുണ്ട്. പഴയ ചില അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ കൂനിപ്പോകും തരത്തിൽ തകർത്ത് കളയുന്നുണ്ട്. പഴയകാല അനുഭവങ്ങളിൽ കെട്ടപ്പെട്ട് കിടന്നാണ് മനുഷ്യൻ പലപ്പോഴും തകരുന്നത്. പഴയകാലത്തെ ചില ബന്ധങ്ങൾ, പഴയകാലത്തെ ചില പാപങ്ങൾ, പഴയകാലത്തെ ചില പെരുമാറ്റങ്ങൾ ഓർത്തോർത്ത് കരയുന്നവരാണ് മനുഷ്യർ. പഴയതെല്ലാം കടന്നുപോയി എന്ന് വെളിപാട് 21:5 നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ കാരണമായിട്ട് പറയുന്നത്, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അവിടെ നിന്ന് അവരോടൊത്ത് വസിക്കും. അവരോടുകൂടെ ആയിരിക്കും. എപ്പോഴാണ് പഴയത് കടന്നു പോകുന്നത്? എപ്പോഴാണ് കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റപ്പെടുന്നത്? എപ്പോഴാണ് വേദനയും മുറവിളിയും മാറിപ്പോകുന്നത്? എപ്പോഴാണ് പഴയ മനുഷ്യൻ വീണ്ടും വന്ന് നമ്മളെ തോൽപ്പിക്കാതിരിക്കുന്നത്? ദൈവം നമ്മോടുകൂടെ വസിക്കുന്ന അനുഭവം നാം തിരിച്ചറിയുമ്പോൾ, ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ മൂടുമ്പോൾ, പൊതിയുമ്പോൾ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആകുമ്പോൾ, അതൊരു പുതപ്പ് പോലെ നമ്മുടെ മേൽ വരുമ്പോൾ, ആ സാന്നിധ്യത്തിൽ നമ്മൾ നടക്കുമ്പോൾ, എവിടെ പോയാലും ആ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ, അടുക്കളയിൽ പോകുമ്പോൾ, പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, കുളിക്കാൻ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, വിത്ത് ജീസസ്, യേശുവിനോട് കൂടെ, യേശുവിനോട് കൂടെ. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. അവിടെ നിന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടെ നിന്ന് അവരോട് കൂടെയായിരിക്കും. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയകാല ജീവിത ഓർമ്മ പോലും വരത്തില്ല കേട്ടോ. സത്യമാണ് ഞാൻ പറയുന്നത്. പഴയകാലത്തെ അനുഭവങ്ങൾ ഓർക്കാൻ പോലും പറ്റാത്തവണ്ണം സ്വർഗത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുവാൻ കർത്താവ് ശക്തനാണ്. കണ്ണുനീര് തുടയ്ക്കുക മാത്രമല്ല, പുതിയതാക്കി മാറ്റുന്നു. യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, പുതിയത് വന്നിരിക്കുന്നു. 2 കൊറിന്തോസ് 5 നമ്മൾ ഇത് വായിക്കുന്നില്ലേ? പഴയതെല്ലാം കടന്നുപോയി. ഈ അനുഭവത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അവൻ കൂടെയുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയണം.
ദേവാലയത്തിൽ മാത്രം അവനെ കണ്ടാൽ പോരാ, 24 മണിക്കൂറും കൂടെയുള്ള യേശുവിനെ, സത്യദൈവത്തെ നാം തിരിച്ചറിഞ്ഞ് ആ സാന്നിധ്യത്തിൽ നടക്കുമ്പോൾ സകലതും പുതിയതാക്കപ്പെടും. കർത്താവേ, എന്നും അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ, ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അങ്ങ് ആരാധിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.